പരിശുദ്ധമായ മുഹറം 10 വെള്ളിയാഴ്ച ദിവസവും എത്രമേൽ മനോഹരമായൊരു നിമിഷമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് മഗ്‌രിബിന് മുൻപ് അത്ഭുതം നിറഞ്ഞ വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ ഈ ദുആ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, എത്ര വലിയ പ്രയാസത്തിൽ നിങ്ങൾ മുങ്ങി നിൽക്കുകയാണെങ്കിലും അള്ളാഹു നിങ്ങളെ കൈപിടിക്കും. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, ഏതേത് ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ ആകെ നട്ടം തിരിയുന്നുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ പ്രയാസം ഇല്ലാതാക്കി തരും. അതോടൊപ്പം പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം ലഭിക്കാൻ ഒരു ചെറിയ സൂറത്തും കൂടെ ഉണ്ട്. അതേതാണെന്ന് പഠിക്കണം. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആശൂറ ദിവസം, വെള്ളിയാഴ്ച ദിവസം, സുബ്ഹാനക യാ റബ്ബ്. ഇന്ന് മഗ്‌രിബിന് മുൻപ് നിങ്ങളൊരു അത്ഭുതം നിറഞ്ഞ ദുആ ചൊല്ലിയാൽ ഉറപ്പിച്ചോ, നിങ്ങളെ അള്ളാഹു താങ്ങിയെടുക്കും. എത്ര വലിയ പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൈ പിടിക്കും, ഉറപ്പാണ്. നമ്മളൊക്കെ നോമ്പുകാരാണല്ലേ? പിന്നെ നോമ്പെടുക്കാൻ പറ്റാതെ പോയ മെൻസ്ട്രൽ പീരീഡിലുള്ളവർ, അസുഖബാധിതരായ ആളുകളൊക്കെ ഉണ്ട്. അവരോട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മനസ്സിൽ നോമ്പ് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായാൽ മതി, അള്ളാഹു നോമ്പിൻ്റെ പ്രതിഫലം തരും. അവൻ കാരുണ്യവാനല്ലേ. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നാണ് മുഹറം 10 നമ്മൾ പറഞ്ഞു. സ്വർഗം പടച്ച, മഴയെ പടച്ച, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത അതിവിശിഷ്ടമായ ഒരു ദിവസം. അപ്പോൾ ഈ ദിവസത്തിൽ സങ്കടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അതാരാണ്? അത് ഷിയാക്കളാണ്. അതായത് മുഹറം 10 മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഹുസൈനോരുടെ പേര് പറഞ്ഞുകൊണ്ട് മുഹറം 10 ശരീരം മുഴുവൻ കുത്തിക്കീറി ചോര വരുത്തിയിട്ട് യാ ഹുസൈൻ യാ ഹുസൈൻ എന്ന് വിളിച്ച് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കും. അത് തെറ്റായ കാര്യമാണ്. അപ്പോൾ ഹുസൈൻ തങ്ങൾ വഫാത്തായതിൽ നമുക്ക് സങ്കടമില്ലേ? സങ്കടമുണ്ട്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ്. അന മിൻ ഹുസൈൻ വ ഹുസൈനും മിന്നി. ഞാൻ ഹുസൈനിൽ നിന്നാണ്, ഹുസൈൻ എന്നിൽ നിന്നാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസം എന്താണെന്നറിയോ? ദുഃഖാചരണം എന്ന് പറയുന്നത് 3 ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ആചരിക്കലില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസം കഴിഞ്ഞ് അവൾക്ക് വേറെ കല്യാണം കഴിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല. അപ്പോൾ ചോദിക്കും, ഉസ്താദ് അങ്ങനെയാണെങ്കിൽ കൊല്ലം ആണ്ട് നടത്തണതോ? ആണ്ട് നടത്തുന്നത് ദുഃഖം ആചരിക്കാനല്ല, അവരുടെ പേരിൽ നന്മകൾ ചെയ്ത് അവരുടെ ഖബറിടത്തിലേക്ക് അത് ഹദിയ ചെയ്യാനാണ്. കൊല്ലം തോറും ഉഹദ് ശുഹദാക്കളുടെ ആണ്ടിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഖബർ സിയാറത്തിന് പോയിരുന്നു. ഖദീജ ബീവിയുടെ ആണ്ട് വരുമ്പോൾ ഭക്ഷണം അവരുടെ സുഹൃത്തുക്കളിലേക്ക് ദാനം ചെയ്തിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്ലാമിൽ ദുഃഖാചരണം ഇല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം നമ്മൾ ശരീരമൊക്കെ കുത്തിക്കീറി സങ്കടപ്പെടാത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ റബീഉൽ അവ്വൽ 12 ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും 12 വഫാത്തും 12. നമ്മൾ പക്ഷേ റസൂലുള്ളാഹി വഫാത്തായി എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയല്ല. കാരണം അവിടെ നിന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് നന്മയാണ്, ഖൈറാണ്. ഖൈറ് കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കണം. റസൂലുള്ളാഹിയുടെ ജനനമാണ് ഏറ്റവും വലിയ ഖൈറ്. ആ ഖൈറ് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. ദുഃഖാചരണം ഇസ്ലാമിലില്ല. ആ ദുഃഖം ആചരിക്കുക എന്ന് പറയുന്നത് ഷിയാക്കളുടെ സ്വഭാവമാണ്. ഷിയാക്കളുടെ മാത്രം സ്വഭാവമല്ല. റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ചില വഹാബികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നബി വഫാത്തായ ദിവസം എങ്ങനെയാണ് മക്കളെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റണത്? കരയേണ്ട സമയമല്ലേ? അങ്ങനെ കരയുന്ന വഹാബികളും മുഹറം 10 നിലവിളിക്കുന്ന ഷിയാക്കളും ഒന്നാണ്. കാരണം ഇവരെല്ലാം ദുഃഖം ആചരിക്കുന്നവരാണ്. അഹ്ലുസുന്നയുടെ ആളുകൾ ദുഃഖം ആചരിക്കുന്നവർ അല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് മഹാനായ ഹുസൈനവരുടെ വഫാത്ത് വരുമ്പോൾ, അങ്ങനെയുള്ള മഹാന്മാരുടെ വഫാത്തിൻ്റെ ദിനം വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ പേരിലൊരു ഫാത്തിഹ ഓതണം, ഇല്ലേ? നമ്മൾ മാലയിൽ പഠിച്ചിട്ടില്ലേ? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും മോദുകിൽ അവരെ ദുആഉം ബറക്കത്തുമുണ്ടാമേ, അല്ലേ? അവർക്കൊരു ഫാത്തിഹ ഓതാ. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പേരിലൊരു ഫാത്തിഹ ഓതിയിട്ട് ദ്വാരുന്നാൽ
അവരുടെ ദ്വായും ബറക്കത്തൊക്കെ നമുക്ക് കിട്ടും എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തിൻ്റെ ഒരു ബറക്കത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കി, എന്തൊരു അത്ഭുതമാണ്. വെള്ളിയാഴ്ച ദിവസം അല്ലേ, നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന ദിവസമാണ്. അപ്പോൾ കൂടുതൽ അള്ളാഹിനോട് ചോദിക്കേണ്ടത്, പടച്ചോനെ നീ എൻ്റെ പാപം പൊറുക്കണേ അല്ലാ. ദ്വാ നമുക്ക് പഠിക്കാം കേട്ടോ. നീ എൻ്റെ പാപം പൊറുക്കണേ അല്ലാ, നീ എൻ്റെ പാപം പൊറുക്കണേ അല്ലാ. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് ചോല്ലാറില്ല, കാരണം അതിനും മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ്. ആ പറച്ചിൽ തന്നെ അഹങ്കാരമല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. പാപം ചെയ്തിട്ടാണോ? എൻ്റെ ഹബീബ് പാപം ചെയ്യാൻ പറ്റുമോ റസൂലുള്ളാഹിനെ കൊണ്ട്? അങ്ങനെ പറ്റാത്ത രൂപത്തിലല്ലേ പടച്ചത് അല്ലാഹു റബ്ബുൽ ആലമീൻ. മനസ്സിലായോ? അപ്പോൾ പാപം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും മനോഹരമായൊരു മാധ്യമമാണ് അസ്തഗ്ഫിറുല്ലാഹ്, തൗബ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച ഇങ്ങനെ കിട്ടിയിട്ട്, അതും ആശൂറ ദിവസം അള്ളാഹിൻ്റെ ഒരു കാരുണ്യം കിട്ടാനായിട്ട് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് സ്വതക്ക ചെയ്യുക. പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടെയാണ് അല്ലേ. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് ഫണ്ടിലേക്ക്, ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞു, ചിലർ പറഞ്ഞു റിലീഫ് ഫണ്ടിലേക്ക് അയച്ചിട്ട് ക്യാഷ് പോകുന്നില്ല. അതായത് ഡെയിലി ഒരു 10-11 പേർക്കൊക്കെയാണ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അത് ബാങ്ക് ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അയച്ചു നോക്കുക. 2 നമ്പറുണ്ട്, ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് നോക്കുക. എന്നിട്ടും അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളാ നെയ്യത്തിൽ മാറ്റി വെച്ചിട്ട് നാളെ അയച്ചു നോക്കുക. അയക്കാണ്ടിരിക്കരുത്, നെയ്യത്തിൽ മാറ്റി വെച്ചാൽ പിന്നെ നമ്മളത് ചെയ്യണം. പ്രത്യേകിച്ച് ഈ ആശുറായിൻ്റെ പുണ്യം നമ്മൾ നെയ്യത്താക്കിയല്ലോ, അപ്പോൾ അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം തരിക തന്നെ ചെയ്യും. നമ്മൾ ഇന്ന് നെയ്യത്താക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു റബ്ബുൽ ആലമീനോട് കൈ ഉയർത്തി ചോദിക്കേണ്ട മനോഹരമായ നിമിഷം. അക്കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഗർഭിണികൾ പ്രതിസന്ധിയിലായവരുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത ദുആ പറഞ്ഞു തരട്ടെ. ഇത് ആശൂറ ദിവസം ചൊല്ലേണ്ട ദുആയാണ്. ഇത് ഇപ്പം മുതൽ മഗ്‌രിബിന് മുൻപ് വരെ നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. എന്താണ് ഈ ദുആ? അല്ലാഹുമ്മ യാ മുഫർരിജ കുല്ലി കർബിൻ വയാ മുഖ്രിജ ദിന്നൂനി യൗമ ആശുറാ വയാ ജാമിഅ ശംലി യഅഖൂബ യൗമ ആശുറാ വയാ ഗാഫിറ ദംബി ദാവൂദ യൗമ ആശുറാ വയാ കാശിഫ ളുർരി അയ്യൂബ യൗമ ആശുറാ ويا سامع دعوة موسى وهارون يوم عاشوراء ويا خالق روح سيدنا محمد صلى الله عليه وسلم حبيبك ومصطفاك يوم عاشوراء ويا رحمن الدنيا والآخرة لا إله إلا أنت اقض حاجتي في الدنيا والآخرة وأطل عمري في طاعتك ومحبتك ورضاك يا أرحم الراحمين وأحيني حياة طيبة وتوفني على الإسلام والإيمان يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. വളരെ വളരെ മനോഹരമായ അത്ഭുതം നിറഞ്ഞൊരു ദുആയാണ് സുബ്ഹാനക യാ റബ്ബ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതിലെന്താ പറയണത്? അല്ലാഹുവേ, യൂനുസ് നബിയെ മത്സ്യത്തിൻ്റെ അകത്ത് നിന്ന് രക്ഷിച്ച അല്ലാഹുവേ, അള്ളാനെ അള്ളാഹു ചെയ്ത അത്ഭുതങ്ങളിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാരക്കാൻ. യാക്കൂബ് നബിയുടെ പ്രയാസങ്ങൾ നീക്കിയ അല്ലാഹുവേ, അതുപോലെ തന്നെ അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയ അല്ലാഹുവേ, മൂസാ നബിയുടെ ദുആ കേട്ട അല്ലാഹുവേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവേ, എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. നിൻ്റെ തൃപ്തി എനിക്ക് തരണേ അല്ലാ. നിൻ്റെ തൃപ്തിയിലായി ദീർഘായുസ് നൽകണേ അല്ലാ. മനോഹരമായി ജീവിക്കാൻ, ഇസ്ലാമിലായി ഈമാനിലായി മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ എന്നിങ്ങനെ അർത്ഥം വരുന്ന അത്ഭുതം നിറഞ്ഞൊരു ദുആയാണ്. അപ്പോൾ ഇത് ഒരു 11 തവണയെങ്കിലും മനസ്സറിഞ്ഞൊന്ന് ഒറ്റയ്ക്കിരുന്നിട്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും കേട്ടോ. ഉറപ്പാണ്. നിങ്ങളിത് ചെയ്തു നോക്ക്. ഇത് ഇന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നാളെ പറ്റൂല. കാരണം ആശൂറ ദിവസം ചെയ്യേണ്ട ദുആയാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു 1000 തവണ ഈ സൂറത്ത് ആശൂറ ദിവസം നിങ്ങൾ ഓതിയാൽ പടച്ചോ നിങ്ങളെ കാരുണ്യത്തോടെ നോക്കുമെന്ന് സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു.
1000 തവണ. ഏതാ സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ മദ്ഹാണ് അല്ലേ? 1000 തവണയൊന്നും ഓതാൻ പറ്റിയില്ലെങ്കിലും, അങ്ങനെ പറ്റൂല എന്ന് വിചാരിക്കണ്ട, അങ്ങനെ അങ്ങോട്ട് ഓതുങ്ങൾ. 1000 തവണ ഓതാൻ പറ്റി, അൽഹംദുലില്ലാ. പടച്ചോൻ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം നോക്കുമെന്ന് ആരാ പഠിപ്പിക്കുന്നത്? സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇല്ലേ? ഈ മനോഹരമായ സൂറത്ത് മനസ്സറിഞ്ഞു ഓതുന്ന ആളുകൾ, നിരന്തരം പതിവാക്കുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, അവർ മരിച്ചു കിടക്കുമ്പോൾ മലക്കുകൾ പോലും മയ്യത്ത് നിസ്കരിക്കാൻ വരുമെന്നാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ? സലാം പറഞ്ഞ്, ബിസ്മി ചൊല്ലി സലാം പറഞ്ഞ് കയറിയിട്ട് ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാൽ വീട്ടിൽ ബറക്കത്താണ്. 2 ഓതിയാൽ കുടുംബത്തിൽ ബറക്കത്താണ്. 3 ഓതിയാൽ അയൽപ്പക്കത്ത് പോലും ബറക്കത്താണ്. അത്ര വലിയ അത്ഭുതമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിക്കുക. അപ്പം അങ്ങനെ ഒരു സൂറത്ത് 1000 തവണ ആശൂറാ ദിനത്തിൽ നിങ്ങൾക്ക് ഓതാൻ പറ്റിയാൽ പടച്ചോൻ്റെ കാരുണ്യം, അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. ആ നോട്ടം നമ്മളിൽ വീണാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഉറപ്പല്ലേ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറന്നോന്നറിയാൻ പാടില്ല. കുടുംബത്തിന് ആശൂറാ ദിവസത്തിൽ വിശാലത ചെയ്താൽ, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാൻ, 40 കൊല്ലം ഞാനിത് പതിവാക്കിയിട്ട് ഒരൊറ്റ വർഷവും എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അള്ളാഹ് വിശാലത ഉണ്ടാക്കി തന്നു, അള്ളാഹ് വിശാലാക്കി തന്നു എന്നാണ് കാര്യങ്ങൾ. സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ കുടുംബത്തിന് വിശാലത ചെയ്യുക. സ്വർണം വാങ്ങാൻ പറ്റുന്നവരങ്ങനെ, ഡ്രസ്സ് വാങ്ങാൻ പറ്റുന്നവരങ്ങനെ, നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നവരങ്ങനെ, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അത് ചെയ്യുക. അള്ളാഹു വിശാലാക്കി തരും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ചെയ്തോ എല്ലാവരും? അപ്പോൾ ഇന്നലെ രാത്രി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് എന്തായാലും ചെയ്യണം കേട്ടോ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ 5000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം ഇന്ന് ചോദിക്കുന്നുണ്ട്. അത് സമ്മാനം വിജയെ പ്രഖ്യാപിക്കുന്നത് ഇന്ന് വൈകുന്നേരം കൃത്യം 4:30 മണിക്കാണ്. 4:30 മണിക്ക് വെള്ളിയാഴ്ച ദിവസം അസർ കഴിഞ്ഞ സമയം, ആശൂറാ ദിവസം മഗ്‌രിബിന് മുമ്പായിക്കൊണ്ടില്ലേ? അതുപോലെ തന്നെ നമ്മളൊക്കെ നോമ്പുകാരുമാണ്. ആ ഒരു മനോഹരമായ നിമിഷം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം കിട്ടുന്ന നിമിഷമാണ്. അപ്പോൾ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് എല്ലാവരും തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ആ സദസ്സിൽ ഒരു അരമണിക്കൂർ പങ്കെടുക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരൻ, ഇളയ സഹോദരൻ ആരാണെന്ന്. അത് ബെന്യാമിൻ. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സിമ്പിളായൊരു ചോദ്യം. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഖമീസ്, വസ്ത്രം, ഒരു പ്രവാചകൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഏതാണ് ആ പ്രവാചകൻ? കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം ആരും മറക്കണ്ട. അള്ളാഹു നമ്മളെ കേട്ടെടുക്കുമാറാകട്ടെ. പടച്ചവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിലിരിക്കുമ്പോൾ തന്നെ ഖൽബുകൾ വിങ്ങുകയാണല്ലാ. നിന്റെ ഹബീബിൻ്റെ തിരുഹദറത്തിലേക്ക് ഇതിൻ്റെ മിഥില സവാബ് എത്തിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ മുഹറം മാസവും മുഹറത്തിലെ 10-ാം ദിവസം ആശൂറാ ദിവസവും വെള്ളിയാഴ്ചയും ഒരുമിച്ച് തന്ന ഞങ്ങളെ അനുഗ്രഹിച്ച തമ്പുരാനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. എല്ലാ സൽകൃത്യങ്ങളും സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു കഴിഞ്ഞ എല്ലാ നന്മയും നീ കബൂൽ ചെയ്യണേ അല്ലാ. പാപങ്ങളേറെ സംഭവിച്ചിട്ടുണ്ട്, നീ പുറത്തു തരണേ അല്ലാ. മരണം നന്നാക്കണേ അല്ലാ. ഈ മനസ്സലാമത്താക്കണേ അല്ലാ. കുടുംബത്തിൽ അസുഖബാധിതരുണ്ട്, ശിഫ നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. എല്ലാ മേഖലയിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിവാഹപ്രായം എത്തിയവരുണ്ട്, ഗർഭിണികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ നീ അകറ്റണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. പരിശുദ്ധ ഭൂമിയിൽ വന്ന് മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ചെയ്യാതെ ഞങ്ങളെ റൂഹ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.